ഫെയിംഷിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ കൂടെ ഇന്നുള്ളത് മോഡലിംഗ് ഇൻഡസ്ട്രിയിലെ 3 ഗസ്റ്റുകളാണ്. ഞാൻ അതിൽ മിസ് കാറ്റഗറിയിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് ജസ്റ്റ് ഒരു ഫോം ആണ് വരുന്നത്. പക്ഷെ ഇവര് തന്ന ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒന്നാണ് നമുക്ക് തന്നത്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ വോക്ക് ചെയ്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡ്രസ്സ് ചെയ്ത കുട്ടികൾക്കോ അല്ല അവിടെ മാർക്ക് വന്നിട്ടുള്ളത്. ഫൈനലി നമുക്ക് മാർക്ക് ലിസ്റ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഫ്ലോപ്പാണ്. അതിപ്പോ മീഡിയാസിലെല്ലാം കാണുന്നുണ്ട്. 1, 2, 3, 4 കൂട്ടിയിട്ട് ലാസ്റ്റ് 4 കിട്ടുന്ന അവസ്ഥയാണ്. അത്യാവശ്യം കുറെ അധികം നല്ല നല്ല മോഡലിംഗ് കമ്പനീസ് കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് നോക്കിയില്ല? നമ്മൾ നോക്കിയത് ഈ ഒരു ടൈറ്റിലാണ്, മിസ് കേരള 2025. ഈ കാസ്റ്റിംഗ് ബോർഡ് വരുന്ന പോലെ തന്നെ അങ്ങനെ മാത്രം എടുത്താൽ മതി ഫീമെയിൽ മോഡൽസിനെ. പക്ഷെ നിറത്തിന്റെ പേരിൽ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ അത് എല്ലാ മേഖലയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടത്. അതാണ് നമ്മളെ പ്രഷർ. ബാക്കിയുള്ളവർ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യമാണ് നോക്കുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ അവിടെ പ്രതികരിച്ചത്. പൊതുവെ ഷോസ് കണ്ടിട്ട് അറിയുന്നവർക്ക് അറിയാം ഒരു ഫസ്റ്റ് റണ്ണറപ്പിന് എന്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും, എന്തൊക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ല. കാരണം ഇവർ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യല്ല അത്. അപ്പൊ താങ്കൾ പറഞ്ഞു ജസ്റ്റ് കണ്ണി പൊടിയിടാൻ വേണ്ടി അതന്നെ അത് ഞാൻ എവിടെയും പറയും. കാരണം ഈ രഞ്ജു രഞ്ജിമാർ മാഡം മാത്രം ഞങ്ങൾക്ക് റീപ്ലൈ ഒക്കെ തരുന്നുണ്ട്. ചിലപ്പോ ആർക്ക് പേഴ്സണലി ഒരു കോൺട്രവേഴ്സിയിൽ വന്ന് പെടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അല്ല ജഡ്ജ് ആവുമ്പോൾ പിന്നെ അത് ഉണ്ടാവില്ലേ? അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റിന് വരാൻ പാടില്ലല്ലോ. ഫെയിംഷിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ കൂടെ ഇന്നുള്ളത് മോഡലിംഗ് ഇൻഡസ്ട്രിയിലെ 3 ഗസ്റ്റുകളാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് ഋത്തിക. എന്റെ പേര് അതുല്യ എന്നാണ്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഷമീർ ബിൻ കരീം റാവുത്തർ. ഫാഷൻ കൊറിയോഗ്രാഫർ ആൻഡ് ഗ്രൂമർ ആണ്. കൂടാതെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് നടന്ന മിസ് കേരള കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ മുമ്പോട്ട് പോകുന്നത്. റീസെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വൈറലായിട്ട് ഒരുപാട് വീഡിയോസ് ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. അപ്പം ഇവരെ ആ ഒരു പെർട്ടിക്കുലർ കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു നമ്മളുടെ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പം എന്തായിരുന്നു മിസ് കേരള കോമ്പറ്റീഷനിലെ കറക്റ്റ്ലി നിങ്ങൾ എങ്ങനെയായിരുന്നു പാർട്ടിസിപ്പേഷൻ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതിൽ മിസ് കാറ്റഗറി ഇതിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമുക്ക് ആ മിസ് കാറ്റഗറിയിൽ ശരിക്കും നമുക്ക് ഒരു പെജന്റിൽ ഉണ്ടാവേണ്ട ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒന്നും അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ, ഏതൊരു പെജന്റ് എടുത്താലും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ ഒരു Q&A ഉണ്ടാവും, പിന്നെ നമ്മുടെ ഡ്രസ്സ്, വാക്ക്, ആറ്റിറ്റ്യൂഡ് അതെല്ലാം പിന്നീടാണ് നമുക്ക് മാർക്കിൽ വരിക. പക്ഷെ ഇതൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഓക്കെ, അപ്പം ഇപ്പൊ പറഞ്ഞു ഒരു ഷോയ്ക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഉണ്ട്, ഒബ്വിയസ്ലി കാണുമല്ലോ. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഷോയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടിയിരുന്ന പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? അവിടെ ശരിക്കും നമുക്ക് ഈ ഒരു Q&A ഉണ്ടാവില്ല എന്ന് ഓൾറെഡി നമ്മളടുത്ത് 2 ദിവസം മുന്നേയും ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Q&A ഉണ്ടാവില്ല, അതായത് പേഴ്സണലി ചോദ്യങ്ങൾ ചോദിക്കുന്ന സെഷൻ. ഓക്കെ, പിന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ വന്ന സമയത്ത് തലേദിവസം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് വാക്ക് മാത്രമേ ഉള്ളൂ, അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഇഷ്യൂ ആയിട്ട് വന്നല്ലേ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു പേജന്റ് ഇവന്റിനകത്ത് ഇതിനകത്ത് എങ്ങനെയായിരുന്നു ഇവര് പോയിന്റ്സ് തന്നുകൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു മാർക്കിംഗ് സിസ്റ്റം? ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ജഡ്ജ്മെന്റ് വരുന്നത് നമുക്ക് മാർക്ക് ഷീറ്റിൽ ഓൾറെഡി വോക്കിനാണോ, കോസ്റ്റ്യൂം, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, പോസസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെ 4 കോളത്തിലായിട്ടായിരിക്കും മാർക്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ഇങ്ങനെയാണ് സാധാരണ ഒരു ഫോം വരുന്നത്. പക്ഷേ ഇവർ തന്ന മാർക്ക് ലിസ്റ്റിൽ നമ്മുടെ ആ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സ് ഒന്നും ഇല്ല. വെറുതെ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമ്പേഴ്സ് കറക്റ്റ് ഓർഡറിനല്ലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഫോം ആണ് വരുന്നത്. പക്ഷേ ഇവർ തന്ന ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒന്നാണ് നമുക്ക് തന്നത്. ഒരു ഫോം ഷീറ്റോ അങ്ങനെയുള്ള ഒരു സംഭവത്തിലല്ല ഇവർ നമുക്ക് തന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ പല പല സെഷൻ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഗ്രൂമിങ്ങിന് ഇത്ര, പ്രസന്റേഷന് ഇത്ര, അങ്ങനത്തെ പോസ്. അപ്പം ഇവിടുത്തെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ മെയിനായിട്ട് നോക്കിയത് വോക്ക്, അതുപോലെ തന്നെ കോസ്റ്റ്യൂം,
പ്രസന്റേഷൻ, ഇതൊക്കെയാണ് അവർ നോക്കുമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എന്താണ് നോക്കിയതെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. വോക്ക് നോക്കുന്നുണ്ടെങ്കിലും കോസ്റ്റ്യൂം നോക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം കൃത്യമായിട്ടുള്ള മാർക്സ് അവിടെ വരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ വോക്ക് ചെയ്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡ്രസ്സ് ചെയ്ത കുട്ടികൾക്കോ അല്ല അവിടെ മാർക്ക് വന്നിട്ടുള്ളത്. ഇപ്പം കൃത്യമായ ഡ്രസ്സിംഗ് എന്ന് പറയുമ്പം എന്താണ് അതിൽ അവർക്ക് അതിൽ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നോ? നമുക്ക് ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ മോഡലിങ്ങിനുമായിട്ട് അനുബന്ധപ്പെട്ട ഡ്രസ്സായിരിക്കണം, ഡിസൈനർ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കണം, വെറൈറ്റി ആയിരിക്കണം, ഒരു തീം ഉണ്ടായിരിക്കണം. ഇതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ അവിടെ വെറുതെ നമ്മളൊരു ട്രഡീഷണൽ റൗണ്ട് ആണെങ്കിൽ ആ കോസ്റ്റ്യൂമിന് നമുക്കൊരു തീം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്ക് വരുന്നതെന്ന്. പക്ഷെ ഒരു തീമും ഇല്ലാത്ത കോസ്റ്റ്യൂം സാധാരണ നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന കുട്ടിക്കാണ് കൊടുത്തത്. മനസ്സിലായി. അപ്പം നമ്മുടെ കോറിയോഗ്രാഫിയിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പം മുൻപ് പറഞ്ഞ പോലെ തന്നെ ദ വേ ദ മോഡൽ വോക്സ് അത് ആക്ച്വലി കൗണ്ട് ചെയ്യുന്ന ഒരു സ്റ്റഫാന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ എങ്ങനെയായിരുന്നു കോറിയോഗ്രാഫി ബേസിൽ പോയിന്റ്സ് കൗണ്ട് ആയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പേജന്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പ്ലസ് IQ ആണ്. അതിനകത്ത് ഒരു ബ്യൂട്ടി മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു മിസ്റ്ററിനായാലും മിസ്സായാലും കിഡ് കാറ്റഗറിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എസ്പെഷ്യലി മിസ് ആൻഡ് മിസ്റ്റർ കാറ്റഗറിയിൽ ഈ ബ്യൂട്ടി പ്ലസ് IQ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനാണ് ഇവർക്ക് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ടും ആഫ്റ്റർ ദാറ്റ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഒരു QA റൗണ്ടും കൊടുക്കുന്നത്. അതില്ലാതെ ഒരു പേജന്റ് എന്ന് പറയുന്നത് മേ ബി പല ഷോയിലും ഡിപ്പെൻഡ് അപ്പോൺ മേ ബി ടൈമിന്റെ പ്രശ്നം വരും. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ടൈം ഇഷ്യൂ വരുമ്പോൾ അവർ Q&A റൗണ്ട് ഒഴിവാക്കും. അങ്ങനെ Q&A റൗണ്ട് ഒഴിവാക്കുമ്പോൾ അവിടെ ബ്യൂട്ടി എന്നുള്ള കോൺസെപ്റ്റിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അവിടെ മാർക്ക് വന്നേക്കുന്നത്. അപ്പൊ ഒരു IQ ലൈക്ക് ഒരു Q&A റൗണ്ട് മേ ബി ഒരു ബ്യൂട്ടി എന്നുള്ള ആ കോൺസെപ്റ്റ് ഒഴികെ മേ ബി ആ ഒരു Q&A വരുമ്പോൾ ആ വ്യക്തി ആവില്ല വിൻ ചെയ്യേണ്ട വ്യക്തി. IQ ലെവൽ വെച്ച് നോക്കുമ്പോൾ ആ വ്യക്തി നമ്മൾ മുന്നേ നിശ്ചയിച്ച വ്യക്തി ആവില്ല വിജയിക്കേണ്ടത്. ഈ ഒരു മാനദണ്ഡം മേ ബി എല്ലാ ഇപ്പൊ വരുന്ന ഷോകൾക്ക് കംപ്ലീറ്റ്ലി നടക്കുന്നില്ല. തുടക്കത്തിലുള്ള ടൈം ഫൈനലിൽ വരുമ്പോൾ സമയ ലഭ്യത കുറവ് കാരണം ഷോ ലാഗ് ആവുന്നതും കാരണം എന്ത് ചെയ്യും, ഇവര് ഫൈനൽ റൗണ്ട് അങ്ങ് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ലൈക്ക് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ടിൽ ഒരു കേരള ട്രഡീഷണൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് 20 മാർക്സ് കൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഈ ഷോയുടെയും മാർക്ക് ലിസ്റ്റ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കിന്റെ ബേസിലും വാക്ക് തീം വിത്ത് കോസ്റ്റ്യൂം, അതേമാതിരി അവരുടെ പോസസ്, സ്റ്റേജ് യൂട്ടിലൈസേഷൻ, ഇന്ററാക്ഷൻ, സ്മൈൽ വിത്ത്, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ട്രഡീഷണൽ വാക്കും ഒരു വെസ്റ്റേൺ വാക്കും വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് അവർ കാണിച്ചു കൊടുക്കുന്നതിലൂടെ കൂടെയാണ് അവർക്ക് മാർക്ക് ലഭിക്കുന്നത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഷോയ്ക്ക് അങ്ങനെ നടക്കുന്നേ ഇല്ല. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് കാണിക്കുന്ന ഒരു മോഡൽസിനോ അല്ല. അത് എനിക്ക് സംഘാടകരെ കുറ്റം പറയാൻ വയ്യ. ബിക്കോസ് ഫൈനലി നമുക്ക് മാർക്ക് ലിസ്റ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഫ്ലോപ്പാണ്. അതിപ്പോ മീഡിയാസിലെല്ലാം കാണുന്നുണ്ട്. 1, 2, 3, 4 കൂട്ടിയിട്ട് ലാസ്റ്റ് 4 കിട്ടുന്ന അവസ്ഥയാണ്. അപ്പം അതാണ് മെയിൻ ആയിട്ട് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പം മോഡലിംഗ് ഇൻഡസ്ട്രി കേരളത്തിൽ ഇപ്പം റീസെന്റ് ആണ് ഇത്രയും ബൂമിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ശരിക്കും ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, ഇപ്പോൾ എന്താണ് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് നമുക്കാണെങ്കിലും ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു പർട്ടിക്കുലർ മോഡൽ പ്രോപ്പറായിട്ട് വോക്ക് ചെയ്യാൻ പോലും അറിയാത്തവർ പോലും വലിയ വലിയ രീതിയിൽ കയറി പോകുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അങ്ങനത്തെ ഒരു അത്രയും ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു മോഡലിംഗ് ഇൻഡസ്ട്രി ഇങ്ങനെ എന്താ പറയാ തരം തിരിച്ച് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടില് മോഡലിംഗ് ഇൻഡസ്ട്രി എന്ന ബിസിനസ് മാത്രമാണ്. ഈവൻ ഇപ്പം ഡേ ടു ഡേ ഓരോ മോഡലിംഗ് കമ്പനികൾ വരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിഫോർ ഒരു 5 years ബാക്കിലാണെങ്കിലും ഒരു 10-15 കമ്പനികൾ മാത്രം ഉണ്ടായിരുന്നത്. ഇവിടെ 75 ആൻഡ് അബോവ് കമ്പനികൾ വന്നു. ഒരു മോഡൽ റാമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് ഡേ മേക്കിംഗ് ആ ന്യൂ കമ്പനി. ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ലെവൽ എന്ന് പറയുന്നത് ഒട്ടും തന്നെ നമ്മളെ കേരള ഇൻഡസ്ട്രിയിലെ മോഡൽസിന് കുറഞ്ഞു കൊണ്ടുവരികയാണ്. സോ അത് ഫോളോ അപ്പ് ചെയ്യാനോ അത് ലൈക്ക് അത് ബൂസ്റ്റപ്പ് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ലൈക്ക് അത് പോളിഷ് ചെയ്യാനോ ഇപ്പോഴത്തെ ഈ മേഖലയിൽ വളരെ വിരളമാണ്, കുറവാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു റാമ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആള് അയാൾ കൊറിയോഗ്രാഫറായി, അടുത്ത ആൾ അയാൾ CEO ആയി,
പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് 4000 രൂപ കൊടുത്താൽ ഏത് ഒരു വ്യക്തിക്കും മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇതിപ്പം ഇപ്പം എന്ന് മുതലാണ് ഈ 4000 അല്ലെങ്കിൽ ഇത്ര ഒരു ഫിക്സഡ് പൈസ വാങ്ങിച്ചിട്ട്, ഫിക്സഡ് ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് എന്ന് മുതലാണ് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ റാം വോക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എപ്പം മുതലാണ് ഇറങ്ങിയത്? പണ്ട് മുതൽ ഇങ്ങനെയായിരുന്നു. കാരണം എന്റെയൊക്കെ ഒരു അറിവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓഡീഷനൊക്കെ നടത്തി വോക്കും ഫീച്ചേഴ്സും ഒക്കെയും കറക്റ്റ് ആയിട്ടുള്ള ബോഡി റേഷ്യോ തന്നെ ഇല്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ളവരെയാണ് ശരിക്കും മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഇരുന്നത്. സ്കിൻ കളറിനെ പറ്റിയല്ല പറയുന്നത്, അല്ലാതെ സ്റ്റാൻഡേർഡ്. പക്ഷെ ഇപ്പോഴങ്ങനല്ല. വന്ന് പറഞ്ഞതുപോലെ തന്നെ പൈസ വാങ്ങിച്ചത് എന്ന് മുതലാണ് അങ്ങനെ ഒരു ഇത് തുടങ്ങി വന്നത്? അതുകൊണ്ടാണോ ഇപ്പൊ മോഡലിംഗ് ഇൻഡസ്ട്രിയുടെ ആ ഒരു സിറ്റുവേഷൻ ഇത്രയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്? ഒരു റീസൺ അത് തന്നെയാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് തന്നെയാണ്. ക്യാഷ് ഉള്ളവര് ലൈക്ക് കയറി വരുന്നുണ്ട്, ക്യാഷ് ഇല്ലാത്തവരെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊക്കെ ഓഡീഷൻ നടത്തിയിട്ട് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും അവരെ തന്നെയാണ് സെലക്ട് ചെയ്തുകൊണ്ട്. ഇപ്പൊ അത് ഒരുപാട് മാറി. അപ്പൊ ആ ഒരു ഫെസിലിറ്റീസോ ആ ഒരു ഇതോ കാണുന്നേ ഇല്ല. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഇപ്പൊ പറഞ്ഞല്ലോ 75 കമ്പനീസോളം ഉണ്ടെന്ന്, എന്തുകൊണ്ടായിരിക്കും ആക്ച്വലി ഇത്രയും കമ്പനീസ് കേരളത്തില്? വേറെ ഒന്നുമില്ല. അപ്പം കാരണം നമുക്കിപ്പോ ഒരു ഷോ ചെയ്യുമ്പോൾ ഒരു മോഡലിന്റെ കയ്യിൽ നിന്ന് 4000 അല്ലെങ്കിൽ 2000 വാങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് ഷോ നടക്കുന്ന സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് എല്ലാം ഈ കമ്പനിക്ക് വരുന്ന വരവാണ്. അതുമല്ല ഇപ്പൊ കുത്തനെ അതിക്രമിച്ചു കഴിഞ്ഞു, കൂടിക്കഴിഞ്ഞു ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് മോഡൽസ് ആയാലും വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മാർക്കറ്റ് കൂടി ഓരോരുത്തർക്ക് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വളർച്ച. അതുകൊണ്ട് ഡേ ടു ഡേ ഈ പറഞ്ഞ പോലെ ഒട്ടും ക്വാളിഫൈ അല്ലാത്ത കൊറിയോഗ്രാഫേഴ്സ് അതുമായി ബന്ധപ്പെട്ടവരാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കും പറയാനുള്ളത്, ഇപ്പൊ ഈ ഫീൽഡിലേക്ക് വരുന്ന ന്യൂ കമേഴ്സിനോട് ആയി കഴിഞ്ഞാലും നിങ്ങൾ പോകുന്ന കമ്പനിയിലോ നിങ്ങൾ പോകുന്ന ഈ ഫീൽഡിനകത്ത് ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് കൊറിയോഗ്രാഫർ. ഈ ഒരു കൊറിയോഗ്രാഫറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഹൗ ടു വാക്ക്, ഹൗ ടു പോസ്, ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഈ വ്യക്തിയാണ്. നിങ്ങൾ നേരെ ഒരു 4000 രൂപ 5000 രൂപ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ എന്റെ കൊച്ചിന് കിട്ടിയില്ല ഇങ്ങനെയാണെന്ന് അറിയുന്നതിന് മുന്നേ ഇവരാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ലൈക്ക് ഒരു സ്കൂളിൽ പോകുന്നതും ആ ഒരു അധ്യാപകനായതിനു ശേഷമാണ് നമ്മളൊരു കുട്ടിയെ അവിടെ ചേർത്തുന്നത്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ കൊണ്ടുപോയി ചേർത്തില്ലല്ലോ. സോ അത് ചെക്ക് ചെയ്യാണ്ട് നമ്മൾ തന്നെ പോയിട്ട് ഒരു കൊറിയോഗ്രാഫറുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് കമ്പനി കയ്യിലോ നമ്മുടെ കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഭാഗത്ത് തന്നെ തെറ്റാണ്. നമ്മളത് ചെക്ക് ചെയ്യുക. അതിന് നമ്മളെ മക്കളെ പഠിപ്പിക്കാനുള്ള ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടോ, അതിനുശേഷം നമ്മൾ നമ്മളെ പൈസ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതാണ് ഇപ്പൊ മെയിൻലി ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ നടന്ന കോണ്ടസ്റ്റിനകത്ത് പെജന്റിനകത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് തിരുമറികളും കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നായിരുന്നു നിങ്ങളുടെ സംസാരം. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങളൊരു നല്ലൊരു ഓർഗനൈസിങ് ഇവന്റിന്റെ കൂടെ ഒരു ഇത് ചെയ്തില്ല? എന്തുകൊണ്ട് ഇവരെ ചൂസ് ചെയ്തു? കാരണം ഒരുപാട് പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് തന്നെ, അത്യാവശ്യം കുറെ അധികം നല്ല നല്ല മോഡലിംഗ് കമ്പനീസ് കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് നോക്കിയില്ല? നമ്മൾ നോക്കിയത് ഈ ഒരു ടൈറ്റിലാണ്, മിസ് കേരള 2025. നമ്മൾ ഒരു മിസ് കേരള ടൈറ്റിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു മോഡലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും എന്നായിരിക്കും. ഞങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ കുറേ ആളുകൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് ജെനുവിൻ അല്ല, ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതിൻ്റെ സംഘാടകരോട് തന്നെ ചോദിച്ചു, ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷോ ആണോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ വ്യക്തി നമ്മളുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് തികച്ചും ഞങ്ങൾ ജെന്യുവൻ ആയിട്ട് നടത്തുന്ന ഒരു ഷോ ആണ്. വളരെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ജഡ്ജസ് ആണ് ഇവിടെ മാർക്ക് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുന്ന ആളുകളെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കൂ, ഞങ്ങൾ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഷോയുടെ അന്ന് വരെ ഞങ്ങളടുത്ത് ഇങ്ങനെയുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. നമ്മളപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഷോ ആണെന്ന് അതുവരെ വിശ്വസിച്ചു. അതിനുശേഷം ഷോ കഴിഞ്ഞു, അപ്പോഴും എല്ലാവരും ഓക്കെ ആയിരുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൽ ഒരു പെർഫോമൻസ് ആയിരിക്കുമ്പോൾ എല്ലാവരും വിന്നേഴ്സ് ആവത്തില്ല, ഒരാളെ വിന്നർ ആവത്തുള്ളൂ. എല്ലാവരും ഈക്വലി അതിന് ആപ്റ്റു ആണ്. പക്ഷേ ഒരു കോമ്പറ്റീഷൻ ആവുമ്പോൾ അതിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മോഡലിന് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹീൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ പ്രസൻറ്റേഷൻ, പോസിങ്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഈ സംഭവങ്ങളെല്ലാം ഒരു പ്രസൻറ്റിൽ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ആശയങ്ങൾ എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കുക, ഇൻട്രൊഡക്ഷൻ റൗണ്ട് ഇല്ലാതെ നമ്മൾ ആരാണെന്ന് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്തിക്കുക. നമ്മൾ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു പെജന്റ് വിന്നർ എന്ന് പറയുന്നത് നാളെ നമുക്കൊരു മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവേണ്ടതാണ്.
നമ്മളാണ് നാളത്തെ ഇൻസ്പിറേഷൻ. ഈ ഫീൽഡിലേക്ക് വരാനും പുതിയ പുതിയ പ്രസൻസ് കണ്ടക്ട് ചെയ്യാൻ പോലും നമ്മളാണ് നാളത്തെ ഇൻസ്പിറേഷൻ. നമ്മളാണ് സമൂഹത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് അറിയാതെ വെറും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മാത്രം വെച്ചിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് പ്രസന്റിൽ വിൻ ചെയ്യാൻ പറ്റുക? മനസ്സിലായി. അതുപോലെ തന്നെ ഇതിൽ എത്ര കാറ്റഗറീസ് ആയിട്ടായിരുന്നു നിങ്ങളുടെ കോമ്പറ്റീഷൻ നടത്തിയിട്ടിരുന്ന പെജന്റ്? കിഡ് ഉണ്ടായിരുന്നു, ടീൻ ഉണ്ടായിരുന്നു, മിസ്റ്റർ ഉണ്ടായിരുന്നു, മിസ് ഉണ്ടായിരുന്നു, മിസ്സസ് ഉണ്ടായിരുന്നു. എല്ലാ കാറ്റഗറിയിലും ഉള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. ഷോസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓരോ കാറ്റഗറിയിലും 3 വിന്നേഴ്സ് വെച്ചിട്ടല്ലേ ശരിക്കും സെലക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? ഇവിടെയും 3 വിന്നേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ടീം കാറ്റഗറിയിൽ വന്നപ്പോൾ 4 കുട്ടികളാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിക്ക് മാത്രമാണ് ഇവർ ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞു ഒരു ഇത് കൊടുത്തത്. ബാക്കിയുള്ള 2 കുട്ടികൾക്ക് എന്താണ് അവരുടെ പൊസിഷൻ എന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊരു പക്ഷെ 4 പേരുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു പോയതായിരിക്കാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിയമമില്ല. ലൈക്ക് അവിടെ 3 പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ 1, 2, 3 നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പൊ ഇവൻ എന്റെ അടുത്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനും അങ്ങനെയാണ്. ജഡ്ജസ് മുഖാന്തരം വന്നത് ലൈക്ക് 4 മെമ്പേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. സോ അതിനകത്ത് ഒരു 1 വിന്നർ മാത്രം മതിയല്ല. അങ്ങനെ ഒരു ക്രൈറ്റീരിയ എവിടെ ഇല്ല. അതിനകത്ത് 1, 2, 3 അർഹരായതുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക വേണം. മനസ്സിലായി. അതുപോലെ തന്നെ ഇതിനകത്ത് ആക്ച്വലി മോഡൽസിന് മാത്രമല്ലേ ശരിക്കും പങ്കെടുക്കാൻ പറ്റുക? സെലിബ്രിറ്റീസ് ആരെങ്കിലും പങ്കെടുക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങളുടെ ഒരു ഇതിൽ? ഇല്ല, ഇതിനകത്ത് സെലിബ്രിറ്റീസ് ഒന്നും പങ്കെടുത്തിട്ടുമില്ല. നമ്മള് വീഡിയോസ് ഇട്ടപ്പോ കമന്റ്സ് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തു, അതുകൊണ്ടാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ കമന്റ്സ് വന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സെലിബ്രിറ്റി ആ പുള്ളിക്കാരത്തി വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് അവിടെ ഷോ സ്റ്റോപ്പർ ആയിട്ടാണ് വന്നത്. അപ്പൊ ആ കമ്പനിക്ക് കൊടുത്ത ട്രോഫിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലാതെ കോമ്പറ്റീഷനിൽ അവര് പങ്കെടുത്തു. അപ്പൊ അത് ജസ്റ്റ് ഒരു അലിഗേഷൻ മാത്രമാണ്, അങ്ങനെ ഒരു കാര്യം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. ഓക്കെ. ഇനി വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ സംഘാടകർ ഇതുവരെയായിട്ടും ഇതിനെ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇതിനെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നാ? നമ്മള് അവരുടെ അടുത്ത് ഷോ കഴിഞ്ഞു. ഷോ രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണെന്ന് പറഞ്ഞു. കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം 7 മണിക്ക് നമ്മൾ അവിടെ ചെന്നു. 7 മണി ടു ഒരു പർട്ടിക്കുലർ സമയം വരെ മേക്കപ്പ് ആയിരുന്നു. മേക്കപ്പ്, കോസ്റ്റ്യൂം എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഷോസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഷോസ് നടന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ഡിസൈനർ ഷോസും നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസൈനർ ഷോസും ഇതും മിക്സ്ഡ് ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത് ഈ ഡിസൈനർ ഷോസിന്റെ ഇടയ്ക്കാണ്. അപ്പൊ നമ്മള് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു പെജന്റ് നടക്കുമ്പോൾ ആ പെജന്റ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം അടുത്ത ഡിസൈനർ ഷോ തുടങ്ങാനായിട്ട്. ഒരിക്കലും അതിൻ്റെ ഇടയ്ക്ക് ഡിസൈനർ ഷോ നടത്തേണ്ട ആവശ്യമില്ല. ഒരു പെജന്റിൽ പെർഫോം ചെയ്തു, അതിനുശേഷം എല്ലാവരെയും സ്റ്റേജിൽ നിർത്തി ടൈറ്റിൽ അനൗൺസ് ചെയ്ത് സബ് ടൈറ്റിൽസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ അവിടെ വെറും കാണികളായിട്ട് നിൽക്കുകയല്ല, അവർക്ക് അവരുടേതായ ടാലന്റ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കുന്നത്. ബ്യൂട്ടിഫുൾ സ്മൈൽ, ബ്യൂട്ടിഫുൾ കോൺഫിഡൻറ്റ്, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഓരോ സബ് ടൈറ്റിൽസ് കൊടുക്കും. ബ്യൂട്ടിഫുൾ ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സബ് ടൈറ്റിൽസ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മള് ഒരു പെജന്റിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. 3 വിന്നേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിന് സബ് ടൈറ്റിൽസ് ഉണ്ടായിരിക്കും. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രോഫിയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. ഇവർ കൊടുത്ത സർട്ടിഫിക്കറ്റും ക്രൗണും എന്നൊക്കെ പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ പോയാൽ വാങ്ങിച്ച് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്രൗൺ ആണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, അപ്പം പുതിയ വരുന്ന പിള്ളേർക്ക്, നിങ്ങൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പുതിയ വരുന്ന പിള്ളേർക്ക് അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ പോലെ തുല്യമായിട്ടായിരിക്കും. അവർക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയത്തില്ല, നമുക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാം. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവര് നമ്മൾക്ക് തരുന്ന ഉറപ്പുണ്ട്, ഒരു പ്രജന്റ് നടത്തുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കും എന്ന് ആ കമ്പനി നമുക്ക് തരുന്ന ഉറപ്പുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഉറപ്പ് അവർ പാലിക്കാത്തതാണ് ഇവിടെ വന്ന പ്രശ്നം. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഉറപ്പെന്ന് പറയുമ്പോഴത്തേനും അതൊരു വാക്കാൽ പറഞ്ഞ ഉറപ്പല്ലേ? നമുക്ക് എന്തുമാത്രം അക്സെപ്റ്റബിൾ ആണ്, എന്തുമാത്രം നമുക്ക് ഒതന്റിസിറ്റി ഉണ്ട് അങ്ങനെ ഒരു കാര്യത്തിന്മേൽ ഇങ്ങനെ നിൽക്കാനായിട്ട്?
അപ്പോൾ ഇതിൽ ഇപ്പോൾ കിഡ്സ് ആയി കഴിഞ്ഞാലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഷോ ചെയ്യുന്നത് വാട്ടവർ ഏത് ഷോയാണ് ചെയ്യുന്നത് അതിനകത്തുള്ള ഫേസസിന് അവർ നോക്കും. അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടോ, അതിനകത്ത് ഇപ്പോൾ സംഘാടകരെ മാത്രമല്ല, മേ ബി സംഘാടകരെ അവർ അറിയ പോലും ഉണ്ടാവില്ല. അതിനകത്ത് ബന്ധപ്പെട്ടവരെ, ഈ ഫാഷൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടവർ ഈ ഷോയിനകത്ത് നോക്കും. ഇതാണ് അവർ മെയിൻലി നോക്കുന്നത്. സംഘാടകരെ ഭാഗം അത് പിന്നീടാണ് ഈ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് അറിയുന്നത്. സോ ഇതാണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഷോ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഷോ ചാർട്ട് അവർ പബ്ലിഷ് ചെയ്യും, അതിനകത്ത് ഗസ്റ്റിനെ അവർ പബ്ലിഷ് ചെയ്യും, അതിനകത്ത് കൊറിയോഗ്രാഫേഴ്സിനെ പബ്ലിഷ് ചെയ്യും. ഇതെല്ലാം ഈ കിഡ്സ് ആയി കഴിഞ്ഞാൽ പാരൻസ് ആയാലും കാണുന്നത്. സോ അപ്പോൾ അവരതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓക്കെ ഇത്രയും വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അതുകൊണ്ടാണ് അവർ ഫൈനലി ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാകുമ്പോൾ അതിപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഇതാണ് ഇപ്പോൾ മെയിൻലി ഇപ്പോൾ ഏത് ഷോയിൽ ഇപ്പം ഞാൻ അടുത്ത ഷോ അനൗൺസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് കൊറിയോഗ്രാഫേഴ്സും ഒരുപാട് ഡിസൈനേഴ്സും ഉണ്ട്. നമ്മളാകുമ്പോൾ അതാ കാണുന്നത്, ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഷോ ആണ്, നമുക്ക് പോകാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഫൈനലി ഈ വരുന്നത് നമുക്ക് ആർക്കും ഒന്നും അറിയില്ല, ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഏത് ഷോ ആയി കഴിഞ്ഞാലും അവർ ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിമാണ് ഔട്ട് ചെയ്യുന്നത്. ലൈക്ക് ഇത്രയും മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്, ഇത്രയും ഗസ്റ്റുകൾ ഉണ്ടെന്ന്. നമ്മൾ നോർമലി നമ്മൾ എന്തെങ്കിലും ഈ ഗസ്റ്റിനെ എല്ലാവരും കാണുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യും. അപ്പം ഈ ഗസ്റ്റുകളെ മാത്രം കണ്ടുകൊണ്ടാണോ ഒരു പെജന്റ് ഷോയ്ക്ക് ജോയിൻ ചെയ്യേണ്ടത്? ഒരു ഗസ്റ്റിന് ഇപ്പം ഗസ്റ്റുകൾ പല ആൾക്കാരായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ഒരു പെജന്റ് ഷോയ്ക്ക് ജോയിൻ ചെയ്യുന്നതിൽ ഗസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമുണ്ട് ഗസ്റ്റായിട്ട് വരുന്നവർ, മാർക്ക് ചെയ്യാൻ വരുന്നവർക്ക്? ഗസ്റ്റ് പബ്ലിസിറ്റിയാണ് മെയിൻലി. ഇപ്പൊ ഈ ഷോ ആയി കഴിഞ്ഞാൽ പബ്ലിസിറ്റിയാണ് അവർ നോക്കുന്നത്. ഒരു മോഡലിന്റെ പബ്ലിസിറ്റി, അതിന്റെ പ്രൊഫൈൽ, ആ മോഡലിന്റെ പ്രൊഫൈൽ എത്രത്തോളം ഹൈപ്പ് ആക്കാം, അല്ലെങ്കിൽ ആ ഷോയ്ക്ക് വന്നിരിക്കുന്ന ഗസ്റ്റുകളെ അത് നല്ലൊരു മാനദണ്ഡമാണ്. ഇപ്പൊ നല്ലൊരു ഷോയിൽ നല്ല ഫിലിം ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലി അങ്ങോട്ട് ഫോക്കസ് ചെയ്യും, ആളുകൾ അത് ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് പോകും. പക്ഷെ അവിടെയും തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. പക്ഷെ ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് തന്നെയല്ലേ ഇങ്ങനെ പിഴവ് വന്നത്. അപ്പം ഗസ്റ്റും സംഘാടകരുമായിട്ട് ബന്ധമില്ല നമുക്ക്. ഗസ്റ്റും ഇതുപോലെ സംഘാടകർ വിളിച്ചിട്ട് വരുന്ന വ്യക്തികളാണ് ഈ ഗസ്റ്റ് ആയി പോലും. സംഘാടകരെ നമുക്ക് പേഴ്സണലി ചിലപ്പോൾ അവർക്ക് അറിയണം എന്നുണ്ടായില്ല. അവര് നോക്കുന്നത് കൊറിയോഗ്രാഫേഴ്സ് അതിനകത്തുണ്ടാവും, ഓക്കെ ഫൈൻ, ആ രീതിയിലാണ് അവർ വരുന്നത്. പക്ഷെ കൊറിയോഗ്രാഫറും ഫൈനലി അതിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ ശരിക്കും നമ്മൾ ഗസ്റ്റ് എല്ലാവരും ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരൊക്കെ വരുന്നുള്ളതിൽ കറക്റ്റായിട്ട് ഫോട്ടോ സഹിതം അവർ ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊരു അറ്റൻഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാം നല്ല ഷോ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഗസ്റ്റ് ആരും ഞങ്ങൾ പെജന്റ് സമയത്ത് ഞങ്ങൾക്ക് ആരും ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല, ജഡ്ജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇവർ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് ഗസ്റ്റുകൾ പോലും ഉണ്ടായിരുന്നത്. ആ ഗസ്റ്റുകൾ വരെയും തിരിച്ചു പോകാനുണ്ടായത്. എസ്പെഷ്യലി നമ്മൾ കിഡ്സ് കാറ്റഗറിയിലെ ഫസ്റ്റ് കിഡ്സ് കാറ്റഗറിയിലെ വിന്നറായിട്ട് വന്നതിന്റെ ഒരു വിന്നർ ലിസ്റ്റിൽ ഫസ്റ്റ് റണ്ണറപ്പോ സെക്കൻഡ് റണ്ണറപ്പോ വിന്നറോ വന്ന ആ കാറ്റഗറിയിൽ വരേണ്ട ഒരു കുട്ടി ഒരു കാറ്റഗറിയിലും വന്നിട്ടില്ല. അവര് മാർക്ക് ലിസ്റ്റ് നമുക്ക് തന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് 9 മാർക്കിലെ മാറ്റമുണ്ട്. ആ കുട്ടിയാണ് ശരിക്കും ഫസ്റ്റ് റണ്ണറപ്പ് വരേണ്ടത്. അപ്പം ആ ഒരു തെറ്റ് സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വന്നതല്ല. ജഡ്ജസ് ഒരു കാര്യം സംഭവിച്ചത്, അവിടെ ഈ ജഡ്ജസ് ഏത് ഷോയ്ക്ക് കഴിഞ്ഞാൽ ജഡ്ജസ് അവിടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീചെക്ക് ചെയ്യണം. അത് സംഘാടകരുടെ ഉത്തരവാദിത്തമാണ്. അത് ഞാനായാലും പറഞ്ഞതാണ്, റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ, കാരണം ആ സമയത്ത് മേ ബി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കാം ആ തിരക്കിന്റെ ഇടയിൽ. അത്രയും ഒന്നാമത് ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു ഈ ഷോയ്ക്ക്, 19-20ഓളം മോഡൽസ് ഉണ്ടായിരുന്നു കിഡ്സ് കാറ്റഗറിയിൽ. അതുപോലെ മോർണിംഗിൽ 10 മണിക്ക് തുടങ്ങിയിട്ട് ഷോ തീരുന്നത് പുലർച്ചെ 5 മണിക്കാണ് പിറ്റേ ദിവസം. അപ്പൊ അത്രയും മോഡൽസിന്റെ സ്ഥിതിക്ക് അവർക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. പക്ഷെ അത് നമുക്കത് ബാക്ക് സ്റ്റേജിൽ നിന്ന് റീചെക്ക് ചെയ്തിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ തന്നെ ഇപ്പൊ കലോത്സവത്തിന് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടെ വെച്ച് തന്നെ അവരത് റീചെക്ക് ചെയ്ത് വീണ്ടും ചെയ്ത് അവർ ഒന്നും കൂടെ അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല? റീചെക്ക് ചെയ്തതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നമായത്. അപ്പൊ ഓരോ ടൈമിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് അപ്പൊ അതിനവർ നിൽക്കുന്നില്ല. മീൻസ് അവിടെ ഒന്നാമത് ഡിസൈനിങ് കമ്പനികൾ ലൈനപ്പായി നിന്നോണ്ടിരിക്കുക. അത്രയും 40ഓളം കമ്പനികളുണ്ട്. മോഡലിംഗ് കമ്പനികളുടെ കോമ്പറ്റീഷനും അത് സെയിം ടൈം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ടൈം അവർക്ക് ഇല്ല. അവർക്ക് ടൈം ടു ടൈം കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനികളായി കഴിഞ്ഞാലും. അതാണ് മെയിനായിട്ട് അവിടെ ഒരു ഫ്ലോപ്പ് ആയിട്ട് നടന്നത്. ഇത് നീ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ജഡ്ജ്മെന്റ് നടത്തി ആ ജഡ്ജാണ് സാധാരണ ക്രൗണിങ് സെറമണിക്ക് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാല് ഈ ജഡ്ജ്മെന്റ് എല്ലാം കഴിഞ്ഞ് ജഡ്ജ് പോയി അതിനുശേഷം ഈ സംഘാടകർ തന്നെയാണ് നമുക്ക് ക്രൗണിങ് സെറമണി നടത്തുന്നത്. അതും കൃത്യമായിട്ടുള്ള ഒരു ക്രൗണിങ് സെറമണി. ഗസ്റ്റ് ഇല്ലായിരുന്നോ? ഇല്ല, ഗസ്റ്റ് ഇല്ല, സംഘാടകർ തന്നെ ക്രൗണിങ് സെറമണി നടത്തുമായിരുന്നു. നിങ്ങൾക്ക് സോക്കോൾഡ് ഗസ്റ്റ് ആരായിരുന്നു വരാനുണ്ടായിരുന്നേ? നമുക്ക് മറ്റേ ഫിലിം ആക്ട്രസ് നാദിറ
അങ്ങനെ. അപ്പൊ അവര് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സംഘാടകർ തന്നെ ക്രൗണിങ് നടത്തി. ക്രൗണിങ് സമയത്ത് ജഡ്ജസ് ആരാണോ ജഡ്ജിങ് ചെയ്തത് അവരാണ് ആക്ച്വലി റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ടത്. കാരണം ആ സമയത്ത് അവർക്ക് ലൈക്ക് എന്താണ് എവിടെയാണ് അപാകത സംഭവിച്ചതെന്ന് അവർക്ക് പറയാം. ആ സമയത്ത് അവരില്ല, അവരവിടുന്ന് പോയി. പിന്നെ ആര് പറയാനാണ് ഇതിനെ കുറിച്ച്? ഇതിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈവൻ ഇപ്പം ആ കുട്ടിക്ക് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ഞങ്ങളല്ല ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിറത്തിന്റെ പേരിൽ അങ്ങനത്തെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണ് ഞങ്ങളെ വിന്നറാക്കാതെ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ വേറൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, നിങ്ങൾ പങ്കെടുത്തവർ നിങ്ങൾക്ക് ആർക്കും ഒരു ടൈറ്റിലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് റണ്ണറപ്പ് ആണ് കിട്ടിയത്. ഈ കുട്ടിക്ക് കാലിബർ ആയിട്ട് പോലും ഈ കുട്ടിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ബാക്കിയുള്ള വിന്നേഴ്സ് ആയിട്ടുള്ളവർ ആരും ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല? അവർക്കും ഈ കാര്യം അറിയാലോ, എന്തുകൊണ്ട് നിങ്ങൾ മാത്രം ഈ സ്റ്റേജിലേക്ക് വന്നു? 2-3 എന്റെ മിസ് കാറ്റഗറിയിൽ 2-3 പേര് മാത്രമാണ് ഞാൻ ഈ കുട്ടിയും വേറെ കുട്ടിയും മാത്രമാണ് റിയാക്ട് ചെയ്തത്. കാരണം എല്ലാവരും ആ സ്റ്റേജിൽ ബ്ലാങ്ക് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക. കാരണം ഇത് ഓൾറെഡി ഇങ്ങനെ പ്രീ പ്ലാന്റഡ് അല്ല, ജെന്യൂൻ ആണെന്ന് പറഞ്ഞത് അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിന്നിരുന്നത്. പക്ഷെ ഈവൻ കിഡ്സിലാണെങ്കിലും ടീനിലാണെങ്കിലും സീനിയർ കിഡിലാണെങ്കിലും ഈ സെയിം അവസ്ഥയാണ്. ഒരു ജഡ്ജ്മെന്റ് പോലും അതിനകത്ത് കറക്റ്റ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. കാരണം അതിനകത്തും പ്രശ്നങ്ങളാണ്. പക്ഷെ മനസ്സിലായി. പക്ഷെ എന്നാലും റിയാക്ട് ചെയ്തവരുടെയാണ് ഇപ്പം അന്ന് തന്നെ റിയാക്ട് ചെയ്യേണ്ട. പക്ഷെ എന്നാലും പിന്നെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വിന്നേഴ്സിന് റിയാക്ട് ചെയ്യാം. പക്ഷെ അങ്ങനത്തെ വീഡിയോസ് കണ്ടത് വളരെ കുറവാണ്. വിന്നേഴ്സ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷോയിൽ മേ ബി ചാൻസ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മളെ അവർ പോർട്രേറ്റ് ചെയ്യുന്നത് ഇന്ന കുട്ടി വരുന്നുണ്ട് അടുത്ത ഷോയിൽ എന്ന് പറയുമ്പോൾ ഈ സംഘാടകർക്കാണെങ്കിൽ ഈ ആൾക്കാരാണെങ്കിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെതിരെയായിട്ടായിരിക്കും വരിക. ആ കുട്ടി വന്നോട്ടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പൊക്കോട്ടെ, പക്ഷെ വിന്നർ ആക്കാൻ അവർ മാക്സിമം നോക്കില്ല. ഈവൻ എനിക്ക് തന്നെ ഈ ഇതിനു മുമ്പുള്ള ഷോകളിൽ വിന്നർ ആവാൻ കാലിബർ ആണെന്ന് മറ്റുള്ള ആൾക്കാരും മറ്റു ജഡ്ജസും പോലും ആ വീഡിയോ കണ്ട് ജഡ്ജ് ചെയ്തിട്ടും എന്നെ ഇതുവരെ വിന്നർ ആക്കുന്ന ഒരു സെക്ഷൻ വരാത്ത 2-3 ഷോസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അതിനൊന്നും പറഞ്ഞില്ല? ഇപ്പൊ നിറത്തിന്റെ കാര്യത്തിലാണോ ഇനി എന്താണ് ഞങ്ങൾ പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്തിന്റെ കുറവിലാണ് ഞങ്ങൾക്ക് അത് വിട്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, അപ്പൊ ഫൈനൽ ഡിസിഷൻ ആയിട്ട് അവർ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? അവരിപ്പോ പറയുന്നത് റീജഡ്ജ്മെന്റിന് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈവൻ ഈ പ്രോബ്ലം നടന്ന കാറ്റഗറി കംപ്ലീറ്റ്ലി റീജഡ്ജ്മെന്റ് ചെയ്യാമെന്ന് IMFA അസോസിയേഷൻ മുഖേന അവരെ ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വെയിറ്റിംഗിലാണ് ഇപ്പൊ മോഡൽസ് എല്ലാവരും. അതേ ഉള്ളൂ ഞങ്ങൾക്ക് ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു സംഘാടകനെ നമ്മൾ അല്ലെങ്കിൽ സംഘാടകരെ നമുക്ക് ആ ഒരു പേഴ്സണൽ രീതിയിൽ അറിയോ ഒരു രീതിയിൽ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് ഈവൻ നേരത്തെ കുറച്ച് പ്രശ്നങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നത് ഈ ഒരു സംഘടന തന്നെയാണ്. അതുപോലെ തന്നെ ഈ കളർ ഡിസ്ക്രിമിനേഷൻ, അതായത് സ്കിൻ കളർ ഫെയർ ആയിട്ടുള്ളവർക്ക് ഇച്ചിരി മുൻഗണന കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഷോസിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു സ്കിൻ ടോൺ ഡാർക്ക് ആയതുകൊണ്ടും ഡസ്കി ആയതുകൊണ്ടും മാത്രം നമ്മളെ പിന്തള്ളപ്പെടുന്ന, അതായത് ബാക്കിൽ നിർത്തും. കാണാൻ ഭംഗിയുള്ള കുറച്ച് നല്ല സ്കിൻ ടോൺ ഉള്ള ആളുകൾ, അതായത് ഫെയർ ആയിട്ടുള്ള ആളുകൾ ഫ്രണ്ടിൽ നിൽക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരുപാട് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള ബിപാഷ ബാസു പോലും മോഡലിംഗും കാര്യങ്ങളും ചെയ്താണ്. പുള്ളിക്കാരത്തിന്റെ കളറും ടാൻഡ് ആണ്. പക്ഷെ അവരൊക്കെ കയറി വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കത് അങ്ങനെ ജനറലി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് അത്. എല്ലാ ഷോസിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ് മുന്നിൽ നിൽക്കുന്നത്. കുറച്ച് ഡസ്കി സ്കിന്നുള്ള ആൾക്കാരെ എപ്പോഴും പിന്തള്ളപ്പെടുകയാണ്. അതുപോലെ കാസ്റ്റിംഗ് കോൾസ് വരുമ്പോൾ, നമുക്ക് മൂവിയുടെ കാസ്റ്റിംഗ് കോൾസ് വരുമ്പോൾ അതിൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫെയർ ആയിട്ടുള്ള റിച്ച് ലുക്കുള്ള ഫീമെയിൽ മോഡൽസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഫെയർ അല്ലാത്ത ഡസ്കി സ്കിൻ ടോളുള്ളവർ എന്താ റിച്ച് അല്ലേ? അതെ, മൂവീസിന് പറയുമ്പോൾ ക്യാരക്ടർ ബേസിസ് ആണ്. പക്ഷെ മോഡലിംഗിലേക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ. ഇതുപോലെ സോക്കോൾഡ് റിച്ച് ലുക്കുള്ള മോഡൽസിനെ മാത്രം നോക്കുന്നു, അങ്ങനെ വരുന്നില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഈ ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ളവരെ ഇങ്ങനെ പിന്തള്ളപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് യോജിക്കാൻ ഒരു കാര്യം ഇപ്പോഴും നിലവിലുണ്ട്. താങ്കൾ ഒരുപാട് ഷോസിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പം ഇത് ഒരുപാട് വട്ടം റിപ്പീറ്റീവ് ആയിട്ട് താങ്കൾക്ക് വന്നിട്ടുണ്ടോ? ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈവൻ ഒരു കൊറിയോഗ്രാഫിയിൽ പോലും നമ്മളിപ്പം വേറൊരു ഷോയ്ക്ക് വേണ്ടി പോവുകയാണെങ്കിൽ ആ കൊറിയോഗ്രാഫറിൽ നിന്ന് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറിയിലും ഗേൾസിനെ നിർത്തുന്നത് ഒരു പൊസിഷൻ ഉണ്ടാവും. നമുക്ക് എൻട്രി ആണെങ്കിലും അല്ലാതെ അവരെല്ലാം ഫസ്റ്റ് എൻട്രിയിലായിട്ട് തന്നെ ഇട്ടിട്ട് നമ്മളെ ഏറ്റവും ബാക്കിൽ, ഈവൻ ഞങ്ങൾ തമ്മിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഷോയിൽ ഞങ്ങൾ മാത്രമുള്ളൊരു ഷോയിൽ പോലും ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് ഞങ്ങൾ അത് സംസാരിക്കുന്നുണ്ടായിട്ടുണ്ട്. അത് ചിലപ്പം ആ ഒരു കാഴ്ചയിലുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആണെന്നുണ്ടെങ്കിൽ കാഴ്ച ആണെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങളെ എടുക്കരുത് ആ ഷോയിലേക്ക്.
കാരണം കാർഷികയ്ക്ക് അങ്ങനെ വൈറ്റ് സ്കിൻ ടൂണുള്ളവരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം ഫ്രണ്ടില് മേ ബി ഫെയറസ്റ്റ് ടു ഡാർക്കസ്റ്റ് അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരിക്കുമോ അവർ ചിലപ്പോൾ വെക്കുന്നത്. അവർ ഷോ നടത്തുമ്പോൾ അങ്ങനെ മാത്രം ഇപ്പൊ ഈ കാസ്റ്റിംഗ് കോൾ വരുന്ന പോലെ തന്നെ അങ്ങനെ മാത്രം എടുത്താൽ മതി ഫീമെയിൽ മോഡൽസിനെ. ഇതിൽ ഞങ്ങളുടെ വാക്കും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നത്. പക്ഷെ നിറത്തിന്റെ പേരിൽ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ അത് എല്ലാ മേഖലയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് മോഡൽസിന്റെ സൈഡിൽ നിന്ന് കേൾക്കാനുള്ളതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഡിസൈനർ ആൻഡ് സ്റ്റൈലിസ്റ്റ് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്ക് കേൾക്കാം. ആരും ഇപ്പൊ ഈ ഷോനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. എല്ലാവർക്കും പേടിയാണ് നമ്മളെ ചാൻസ് പോകുന്ന വെച്ചിട്ട്. കാരണം ഞാനൊരു ഡിസൈനറാണ്, നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഒരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുന്നത്. അതും നമ്മളവരോട് ചോദിക്കാൻ പോകുമ്പോൾ അവർ പറയുന്നത് നീ ആരാ ചോദിക്കാൻ. അതാണ് നമ്മളിപ്പോൾ എന്തിനിപ്പോൾ തെളിവും കാര്യങ്ങളും വേണ്ട. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഇനി ഇത് കേസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തെളിവ് വേണം. അതിന് നമ്മൾ വീഡിയോ ജസ്റ്റ് എടുക്കും. പക്ഷേ നമ്മളത് പബ്ലിക് എന്താ പറയുക, അത് പുറത്ത് പോകാനോ ഒന്നും നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. തെളിവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ തെളിവാണ് ചോദിക്കുന്നത്. അതിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതിൽ നീ ആരാ ഇടപെടാൻ, നീ എന്തിനാ ചോദിക്കുന്നത്? കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത വർക്കിനാണ് അവിടെ നെഗറ്റീവ് മാർക്ക് കുറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. അത് ചോദിച്ചിട്ടും അവര് പറയുന്നത് എന്തുകൊണ്ട് നീ ആരാ ചോദിക്കാനും നിനക്കെന്താ അർഹത ഉള്ളത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് കൊറിയോഗ്രാഫേഴ്സ് ഒരുപാട് സ്റ്റൈലിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്കാർക്കും അവർക്ക് ഞാൻ ചെയ്ത് എനിക്കല്ല എന്റെ എഫേർട്ട് അറിയും. ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന, അപ്പൊ അവിടെ ബോസ്മാർ അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പങ്കെടുത്ത കുട്ടീൻ്റെ പാരൻസ് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഇത് മതി, അതിന് ഇത് ആപ്റ്റാണ്, എന്താ പറയുക, നമ്മൾ ഹെഡ് മുതൽ ഹീല് വരെ നമ്മൾ നോക്കണം ഒരു കോസ്റ്റ്യൂമിന് കോമ്പറ്റീഷൻ ആകുമ്പോൾ. അപ്പൊ അത് അത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ബോസ്മാർ ഒരു നെഗറ്റീവാണ്, എനിക്കത് പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ പ്രഷർ 4 ദിവസത്തെ ലീവ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് വരുന്നത്. അപ്പൊ അത് കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കും. പക്ഷെ ഇതുപോലെ തന്നെയല്ലേ എല്ലാ സ്റ്റൈലിസ്റ്റും അങ്ങനെയല്ല. കാരണം ഞങ്ങൾ തീരെ സപ്പോർട്ട് ഇല്ലാത്ത ഫാമിലിയിൽ നിന്ന് വരുന്ന, അപ്പൊ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഞങ്ങൾ ഒട്ടും ഓക്കെ അല്ല. പക്ഷെ ഞങ്ങളിത് പാഷന്റെ പുറത്ത് ഇറങ്ങിയ ഒരു സംഭവമാണ്. അപ്പോൾ അവർക്ക് ക്യാഷ് ഉണ്ട്, ഞങ്ങൾക്ക് ക്യാഷ് ഇല്ല. എന്നാലും നമ്മൾ പാഷന്റെ പുറത്ത് വരുന്നതുകൊണ്ട് അതാണ് നമ്മളെ പ്രഷർ. ബാക്കിയുള്ളവർ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യമാണ് നോക്കുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ അവിടെ പ്രതികരിച്ചത്. ബാക്കിയുള്ളവർക്ക് അത് ചിലപ്പോൾ എന്താ പറയുക, അത് നിസ്സാര കാര്യമായിരിക്കും. നമ്മളത് അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നമുക്കത് കിട്ടാണ്ടാകുമ്പോൾ അത്രയും ഫീലാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകും. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് പൈസ ഉള്ളവരായതുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ലേ? ക്യാഷ് ഇല്ലാത്തവർക്കാണ് അതിന്റെ ഫീലിങ്സ് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നത്. ചിലപ്പോൾ ചിലർക്ക് അത് നിസ്സാരമായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു വർക്കാകുമ്പോൾ നമുക്ക് അതിന്റെ നെഗറ്റീവ് വരുമ്പോൾ സ്ഥാനം ഉണ്ടായിട്ടും കിട്ടാണ്ടാകുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് വല്ലാണ്ട് ഫീലിങ്സാണ്. കാരണം അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം എന്താ പറയുക, കൊച്ചിന് സ്ഥാനം വേണമെന്നൊന്നും പറയില്ല, സ്ഥാനം ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നതാ. പക്ഷെ സ്ഥാനം ഉണ്ടായിട്ട് അവരെന്തുകൊണ്ട് അത് മാറ്റി? പക്ഷെ ഇതുപോലെ ഓൾമോസ്റ്റ് 10-20 പേര് അറ്റൻഡ് ചെയ്തൊരു ഷോ ആയിരുന്നല്ലോ ഇത്. അതിൽ താങ്കൾ ഒറ്റ ഒരാൾ മാത്രമാണല്ലോ ഇങ്ങനെ ഒരു കാരണം അവർ ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. പക്ഷെ അവർക്കൊരു വിന്നർ സ്ഥാനം കൊടുക്കുന്നില്ല. ഒരു 50 രൂപന്റെ രണ്ടാമത് 4 സംതിങ് എന്തോ അവിടെ രണ്ടാമത് കയറ്റി സ്റ്റേജിൽ. എന്നിട്ട് ഒരു 50 രൂപന്റെ ചെറിയ ക്രൗണാണ് കൊടുത്തത്. അതായത് വീഡിയോയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. 50 രൂപയുടെ ക്രൗണ് ഒരു ഡിസൈനർ ഷോക്ക് പങ്കെടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും. നോർമലി ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് എല്ലാ ഷോസിനും അവർ കൊടുക്കാറുണ്ട്, പൊതുവേ ഷോസിന് കൊടുക്കുന്നത്. പക്ഷെ ഇത് വെറും ഡിസൈനർ ഷോക്ക് നമ്മൾ കമ്പനീസ് തരുന്ന ഒരു നോർമൽ, അതിലൊരു നെയിം പോലും ഇല്ല. അതുവരെ ഞങ്ങൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ 50 രൂപയുടെ ക്രൗൺ ആ തന്നെ. ഇപ്പൊ 50 രൂപയുടെ ക്രൗൺ ആണെങ്കിലും 1 ലക്ഷത്തിന്റെ ക്രൗൺ ആണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ പറഞ്ഞാലും. പക്ഷെ അത് നമ്മൾ അത്രയും പ്രതികരിച്ചുകൊണ്ടാണ് അവരത് തന്നത്. അതൊരു കടമ, എന്താ പറയാ, നമ്മൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകുന്ന അത്രയും ഞങ്ങൾ പാരൻസ് ആണെങ്കിലും കൊച്ചുങ്ങളെ പാരൻസ് ആണെങ്കിലും ഇവരാണെങ്കിലും കരഞ്ഞ് പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് അന്ന് ആ കൊച്ചിനെ അവിടെ കയറ്റി നിർത്തിയിട്ട് അത് കൊടുത്തത്. അത് രണ്ടാമത് അപമാനിച്ചതിന് തുല്യല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്ന പൊതുവെ ഷോസിന് കണ്ടിട്ട് അറിയുന്നവർക്ക് അറിയാം. ഒരു ഫസ്റ്റ് റണ്ണറപ്പിന് എന്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും, എന്തൊക്കെയാ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും അല്ല. കാരണം ഇവർ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യല്ല അത്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ജസ്റ്റ് കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി അതന്നെ അത് ഞാൻ എവിടെയും പറയും. കാരണം ഇവരാണെങ്കിലും അത്രയും കരഞ്ഞിട്ട് ഇപ്പൊ വേറൊരു മോഡൽ ഉണ്ടായിരുന്നു, അവരൊക്കെ ആണെങ്കിലും ചിലർക്ക് മുന്നിൽ വരാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് അത്രയും പാഷൻ ഇഷ്ടം കൊണ്ട് ഇവരെ ചാൻസ് നഷ്ടപ്പെടുന്ന വെച്ചിട്ടാണ് അവർ സംസാരിക്കാത്തത്. പക്ഷെ എന്നാലും ഈ 10-200 പേര് വന്ന ഒരു ഷോയില്, പക്ഷെ 10-200 പേരെന്ന് പറയുമ്പോൾ ഇതാണ്, അവരെ ചാൻസ് നഷ്ടപ്പെടും, അവരെ മക്കൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ള സംഭവം വരും, ഫെയിം വരും എന്ന് വെച്ചിട്ടാ ഞങ്ങളെ ബാക്കിൽ നിന്ന് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ വീഡിയോയില് കാര്യങ്ങൾ ഡയറക്റ്റ് പോയി സംസാരിക്കാൻ ഞങ്ങൾ പാരൻസും കൊച്ചുങ്ങളെ അമ്മമാരും അവരും ലീവ് എടുത്ത് ജോബ് വരെ ക്യാൻസൽ ആക്കിയിട്ടുള്ള അമ്മമാരുണ്ട് ഇതിൽ. അതിൽ ഞാൻ ഡിസൈൻ ചെയ്ത കൊച്ചിന് തീരെ വയ്യായിരുന്നു. അവളെ വീഡിയോ എന്താ പറയുക, ബോഡി ഒട്ടും വീക്കായിരുന്നു.
എന്നിട്ടും ഈ പെജന്റ് ഉദ്ദേശിച്ച് മാത്രമാണ് അന്ന് വന്നത്. കാരണം ഇന്റെ എഫേർട്ട് കണ്ടിട്ടാണ് ആ പാരന്റ്സ് നമ്മൾ അത്ര എഫേർട്ട് എടുത്തല്ലേ വെച്ചിട്ട് ചിങ്കുവാണ് അപ്പൊ അവള് വന്നത്. സോ അതേപോലെ കൊച്ചുങ്ങൾ ഒരുപാട് പേര്, അതിൽ വേറൊരു കൊച്ചുണ്ട്, അവളായിരുന്നു ടീനോ, അങ്ങനെ ടീനിലാണ് ചിങ്കു പങ്കെടുത്ത്. വേറൊരു കൊച്ചുണ്ട്, അവളും അതേപോലെ തന്നെ ആ കിഡില് പങ്കെടുത്ത കൊച്ചിനും വയ്യ. പക്ഷെ അവർ വന്നത് അവർ അത്രയും പാഷനായിട്ട് ഒരു ഉത്തരവാദിത്വം കാണുന്ന ഒരു ഷോ എന്ന് വെച്ചുകൊണ്ട് മാത്രം വന്നൊരു സംഭവം. പക്ഷെ നമ്മൾ ഈ പറയുന്ന കുട്ടിക്ക് വയ്യ അല്ലെങ്കിൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തു എന്ന് പറയുന്നത് ഈ നമ്മുടെ ഷോ എഫേർട്ട് എടുത്തിട്ട് അവര് അതിന് അർഹതായിട്ടുള്ളവർക്ക് പ്രൈസ് കൊടുക്കണ്ടേ? പ്രൈസ് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണപ്പ്, അതിൽ ഫസ്റ്റ് ആണ് ചിങ്കു വരുന്നത്. പക്ഷെ അവർക്ക് എവിടെ അതിനുള്ള അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ. ഒരു പേര് മാത്രമാണോ? അവരെ 3 പേരെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് ഈ മെയിൻ വിന്നറെ മാത്രം അവര് ക്രൗൺ വെച്ചിട്ട് ബാക്കി 2 കുട്ടികൾ പോസ്റ്റ് ആയിട്ട് ആ സ്റ്റേജിൽ നിൽക്കുകയാണ്. അങ്ങനെയല്ല പൊതുവെ ഷോ കണ്ട നിങ്ങൾക്കറിയാം ഒരു ഷോ എങ്ങനെ ആയിരിക്കണം, എന്താണ് അതിന്റെ പ്രൊസീജിയർ, കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ഒരുപാട് കമ്പനീസ് ഇറങ്ങുന്നുണ്ടല്ലോ, ഒരുപാട് പെജന്റ് ഷോയും നടക്കുന്നതാണ്. ഇതേപോലെ ഒരു ഫേക്ക് ഷോ ഇതുവരെക്കും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ പറയുമ്പോൾ എനിക്ക് കുറേ നെഗറ്റീവ് വരും, എല്ലാവരും ഇടപെടും. ഈ വീഡിയോ ചെയ്തിട്ട് തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിരുന്നു. ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ഷോ എന്ന് പറയുമ്പോൾ പലതരം ഷോ ഉണ്ട്. അപ്പം ഇതിന് മുമ്പ് ഇതുപോലുള്ള ഷോസ് നടന്നിട്ടുണ്ട്. ഇതേപോലെ ഷോ ഉണ്ടെങ്കിൽ 4 പേരാണെങ്കിൽ ആ 4 പേർക്കും ടൈറ്റിൽ, അതിൽ 3 പേരെ സെലക്ട് ചെയ്യും. ഇത് 4 പേരാണ് ടീമിൽ പങ്കെടുത്തത്. അതിൽ 3 പേരെ സെലക്ട് ചെയ്യും. ആ 3 പേർക്കും ക്രൗൺ സെറമണി. പിന്നെ ആ 4ാമത്തെ പേഴ്സൺ, അതിന് ജസ്റ്റ് ഒരു ടൈറ്റിൽ ഉണ്ടാവും, ബെസ്റ്റ് ഹെയർ, ബേസായി, അങ്ങനെ കുറെ ടൈറ്റിൽ അതുപോലും ഇല്ല അവിടെ. ജസ്റ്റ് വിന്നർ മാത്രം. പക്ഷേ ഈ ക്രൗൺ സെറമണിയിൽ ഒരു എന്താ പറയാ, ഒരു പെജന്റില് ഒരു എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ചെയ്യുന്നതിൽ. അതുപോലും ഇല്ല. ആർക്കോ വേണ്ടി ക്രൗൺ കൊടുത്ത് അതേപോലെ അവരെ ഇറക്കിയിട്ട് സ്കൂൾ കലോത്സവത്തിന് നമ്മൾ ട്രോഫി കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പ് ആയിരുന്നു ഇവിടെ. അതിപ്പോ എനിക്ക് നിങ്ങളോട് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർന്നു? അല്ല, ഞങ്ങൾ വിന്നറാണ്. ഞാൻ കോസ്റ്റ്യൂം ചെയ്ത കുട്ടി വിന്നറാ. ഫസ്റ്റ് റണ്ണറപ്പ് ഉണ്ട്. വിന്നർ എന്ന് പറഞ്ഞാല് അതിൽ റണ്ണറപ്പ് ഉണ്ടായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, തോറ്റു പോയിട്ടല്ല. ആ കൊച്ച് 5-6 ഷോയില് വിന്നറാണ്. അതൊന്ന്. ഈ ഷോക്ക് ഔട്ടായ കൊച്ചല്ല, ഫസ്റ്റ് റണ്ണറപ്പ് ഉണ്ട്. പക്ഷെ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ അപ്പോഴും പറയുന്ന ഒരു പൈസയിലല്ലല്ലോ, അവർ അംഗീകാരമാണല്ലോ ഏറ്റവും വലുത്. അവരാദ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകും, ഇന്ന എന്താ പറയാ, ഫസ്റ്റ് റണ്ണറിന് ഇന്ന സംഭവം പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായിരുന്നു അവർ പറഞ്ഞിരുന്ന വാഗ്ദാനം? എന്തൊക്കെയായിരുന്നു? ഇവരാണ് ബജറ്റിൽ നിന്ന് സാഷെ, പിന്നെ മൊമെന്റോ ആൻഡ് പിന്നെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അവർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്തത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നത്? നമുക്ക് നെയിം പോലും ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ്. ആ നെയിം ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് കമ്പനീസിന്, ഡിസൈനർ കമ്പനീസിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാ. മോഡൽസിന്റെ നെയിം എഴുതാം. അത് ഫസ്റ്റ് റണ്ണറിനും സെക്കൻഡ് റണ്ണറിനും കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല അത്. ഓക്കെ, അതാണ് തന്നിട്ടുള്ളത്. ഒരു ചെറിയ റായ്ക്കകത്ത് ഒരു 3 കല്ല് വെച്ചതുപോലെയുള്ളൂ ഒരു ക്രൗൺ. ഓക്കെ. പക്ഷെ അവിടെ ഞാൻ വീണ്ടും പറയാം, നമ്മൾ ഒരിക്കലും നമുക്കൊരു കിട്ടുന്ന ഒരു ടൈറ്റിലാണല്ലോ വലുത്, അല്ലാതെ വാല്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ 4 മണിക്ക് 2ാമത് സ്റ്റേജിൽ കയറ്റിയിട്ട് അപമാനിച്ചതാണ് അത്. അത് നിങ്ങൾ ഓർക്കണം. ഒരു വട്ടം കുട്ടീനെ വെച്ച് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ് ഓല ക്രൗൺ കൊടുത്തത്. ഫസ്റ്റ് അവർ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് വിന്നർക്ക് മാത്രം ക്രൗൺ കൊടുത്ത് ബാക്കി കൊച്ചുങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സർട്ടിഫിക്കറ്റും ഒരു 5% എന്തോ ഒരു കാർഡ്, 50 അല്ല 5% ഒരു കൂപ്പണ്, പിന്നെ ഒരു മൊമെന്റോ. പക്ഷെ ഈ ക്രൗൺ ഇല്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്താ ഈ സംഭവം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കല്ലോ. ഫ്രീ ആയിട്ട് പോകുന്ന ഒരു സംഭവം അല്ല. നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ഓൾറെഡി അടച്ചിട്ടാണ് നമ്മൾ ഈ പ്രസന്റിന് പങ്കെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ചോദിക്കാൻ പോയ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് തർക്കങ്ങളോ നിങ്ങൾ ആരാ ചോദിക്കാൻ? എന്നോട് നീ ആരാ ചോദിക്കാനെന്ന് അങ്ങനെ സംഘാടകരുടെ സൈഡിൽ ചോദ്യം, നീ ആരാ ചോദിക്കാന്, നീ ഇത് കൊച്ചിന്റെ ആരാ, നീ എന്തിനാ സംസാരിക്കുന്നത്? കാരണം നമ്മൾ ചെയ്ത വർക്ക്സിനാണ് ഈ ഫസ്റ്റ് റണ്ണറപ്പ് കിട്ടിയത്. അപ്പൊ അതിനുള്ള കിട്ടാത്ത നമ്മളല്ലാതെ പിന്നെ നാട്ടുകാർ വന്ന് ചോദിക്കൂലല്ലോ. അപ്പം സംഘാടകരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ചോദിച്ചു നിങ്ങൾ അഗ്രസീവ് ആയിട്ട് മാറ്റി വിടുവായിരുന്നു ചെയ്തത്, അല്ലാണ്ട് അവരത് പോലീസിനെ വിളിക്കട്ടെ, നീ ഇവിടെ വാ പോലീസിനെ വിളിക്കട്ടെ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്. പാരന്റ്സ് പോലും, പാരന്റ്സ് ഒന്നും ഞങ്ങൾ ബ്രദറാണ് ഓൻ സംസാരിക്കുന്നു പറഞ്ഞിട്ടാണ് പാരന്റ്സ് പിടിച്ചത്. ഞങ്ങൾ പാരന്റ്സ് അല്ല, ഞങ്ങൾ 5-6 ടീംസ് ഉണ്ട്. അവരെല്ലാവരും കട്ടക്ക് നിന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പം 4-5 പേര് കൂടെ വന്നില്ല, നിങ്ങളുടെ കൂടെയുള്ള സ്റ്റൈലിങ്ങിൽ മറ്റാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അവിടെ? എന്തുകൊണ്ട് ചാൻസ് പോകുന്നു വിചാരിച്ചതുകൊണ്ടോ? അതുകൊണ്ട് മാത്രം ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇങ്ങനൊരു സിനാരിയോ നടന്നു? കാരണം നമ്മൾ ഈ വീഡിയോ ഇറക്കുമ്പോൾ ഇവരെല്ലാവരും കമന്റ് ഇടുന്നുണ്ട് സപ്പോർട്ട് ചെയ്തിട്ട്. ഒരു നെഗറ്റീവ് പോലും ഇല്ലല്ലോ. ബ്രോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ കൊച്ചിനും അവർക്കും ആണെങ്കിലും ഈ കൊളാബ് ചെയ്ത എല്ലാ മോഡൽസിനും പേഴ്സണലി പോകുന്നുണ്ട് മെസ്സേജ്. അത് ഞങ്ങളുടെ ഫോണിലുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ ഫീൽഡ് ചടച്ചു ബ്രോ എന്ന് പറഞ്ഞിട്ട് കുറെ ബോയ്സ്
മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ആദ്യം പ്ലാൻഡ് ആണ്, ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ ചടച്ചു, എന്താ വെറുതെ അങ്ങോട്ട് പൈസ കൊടുത്ത് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇപ്പം ഇങ്ങനെ ഷോ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ അങ്ങ് വിട്ടുകൂടെ? എന്തിനാ ഇതിന്റെ ബാക്കിൽ? ഞങ്ങൾക്ക് അത്രയും പാഷനാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവും. അത് നമുക്ക് എത്ര നെഗറ്റീവ് വന്നാലും നമ്മൾ അതിന്റെ പുറത്ത് പോകും, അത് ഏതറ്റം വരെ. ഞാൻ പൊതുവെ റാമ്പിൽ ഹീലിട്ടിട്ടാണ് വാക്ക് ചെയ്യുന്നത്. പൊതുവെ 6 പോയിന്റ് ഹീലിട്ടിട്ടാണ് ഞാൻ വാക്ക് ചെയ്യുന്നത്. അതിന് കുറേ നെഗറ്റീവ് വന്നു, കാരണം അതിൻ്റെ ഇഷ്ടമാണ്. കുറെ ഹൈറ്റിന്റെ ബേസിൽ നമ്മളെ കുറെ ബാക്കൗട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 9.6 പോയിന്റ് ഹീൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളെ പാഷന്റെ പുറത്താണ്. വീട്ടിൽ നെഗറ്റീവാ, ഫുൾ നെഗറ്റീവാ. കാരണം പിന്നെ നമ്മളെ ലൈഫിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന പോലെ നമ്മളെ കുറച്ച് ഈ ഫീൽഡിലുള്ള ഫ്രണ്ട്സ്, ഫാമിലീസ് ഇപ്പം കുറച്ച് അക്സെപ്റ്റഡ് ആണ്, എന്നാലും പ്രശ്നമാണ്. പക്ഷെ എന്നാലും നമ്മളെ ഇഷ്ടത്തിന് പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് പറ്റിയ അംഗീകാരം കിട്ടാണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ വരിക, നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഡിസൈനർ ഷോ ഒക്കെ ആണെങ്കിലും ഈ ജഡ്ജിൽ ഒരാൾ ഞങ്ങൾ ആരാന്ന് അറിയത്തില്ല. ഒന്ന് രഞ്ജുമാർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അതൊക്കെ. പക്ഷെ മറ്റേ പുള്ളിക്കാരത്തിന് ഞങ്ങൾ കണ്ടിട്ട് പോലില്ല. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പേഴ്സണലി ആ പുള്ളിനെ കണ്ടിട്ടില്ല. നിനക്കറിയോ? ഞാൻ ഓൺലൈനിൽ അവരിട്ടേക്കുന്ന പോസ്റ്റിൽ കണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് അറിയോ അറിയുന്ന അതെ, അതിലൊരു പ്രസക്തി ഇല്ല ആക്ച്വലി. അവരുടെ പ്രൊഫൈല് അതിനകത്ത് വേണ്ടത് കൊറിയോഗ്രാഫർ, അതുപോലെ സ്റ്റൈല്. അല്ല, അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ പറയാ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജഡ്ജ്മെന്റിന് വരുന്നത്. അപ്പൊ രഞ്ജുമാർ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഉണ്ടാകുമ്പോ അതിന് കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ് വേണ്ടേ. അപ്പൊ ഞങ്ങൾ നോക്കുന്ന എന്താ, ഈ പുള്ളിക്കാരത്തിനെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ മറ്റേ മാഡത്തിന് അറിയുന്നില്ല. അതാരാ? അതും ചോദ്യമല്ലേ. പിന്നെ ഡിസൈനർ പുള്ളിക്കാരത്തിയുടെ മാർക്ക് ലിസ്റ്റ് ഓൾറെഡി ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ രഞ്ജുമാരുടെ രഞ്ജുമാർ മാഡം മാത്രം ഞങ്ങൾക്ക് റീപ്ലൈ ഒക്കെ തരുന്നുണ്ട്. ഇപ്പൊ മറ്റേ ഋതിക എന്ന് പറഞ്ഞ മോഡൽസിന്റെ സംഭവം ഒക്കെ ചോദിച്ചപ്പോ അവര് വോയിസ് അയച്ചിട്ടുണ്ട്. പക്ഷെ മറ്റാള് ഒരു വോയിസോ ഒന്നുമില്ല. ചിലപ്പോ ആർക്ക് പേഴ്സണലി ഒരു കോൺട്രവേഴ്സിയിൽ വന്ന് പെടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അല്ല, ജഡ്ജ് ആവുമ്പോ പിന്നെ അത് ഉണ്ടാവില്ലേ? അത് ഓരോരുത്തരുടെ പേഴ്സണൽ അത് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റിന് വരാൻ പാടില്ലല്ലോ. മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പ്രോബ്ലം വന്നാൽ അവരത് കാണിക്കണം. മാർക്ക് ലിസ്റ്റ് ആക്ച്വലി ജഡ്ജ്മെന്റിൽ ഇരിക്കാൻ പാടില്ല. അപ്പൊ അത് ആക്ച്വലി സംഘാടകരല്ലേ നിങ്ങൾക്ക് തരേണ്ടത്, ജഡ്ജസ് അല്ലല്ലോ തരേണ്ടേ. ജഡ്ജസ് കൊടുത്ത് അതേപോലെ തന്നെ ഒരു പാരന്റ് ചോദിച്ചു അവിടെ സംഘാടകരോട്, ഞങ്ങൾക്ക് ഇത് കാണണമെന്ന്, റിസൾട്ട് കാണണം. അപ്പം പറഞ്ഞു ഒന്ന് ജഡ്ജ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഫസ്റ്റ്. പിന്നെ പറഞ്ഞു ഞങ്ങൾ മാറ്റി വെച്ചേക്കാണ്, പകുതി ഞങ്ങളെ കയ്യിലുണ്ട് എന്ന്. അല്ലേ? അതെ, അവര് യാതൊരു ബന്ധമില്ലാത്ത ആൻസേഴ്സ്. അപ്പൊ ഇത് മൊത്തമായിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ജഡ്ജിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിനകത്ത് സംഘാടകരുടെ ജഡ്ജസിനെ കുറ്റം പറയുന്നില്ല, പക്ഷെ പറയുന്ന ജഡ്ജ്മെന്റ് അവിടെ വേണേനു. ഇപ്പൊ എന്താ പറയാ, രഞ്ജുമാർ ആണെങ്കിലും അവരെന്താ പറയാ, അവര് കറക്റ്റ് അവര് ചെയ്തിട്ടുണ്ട് അവിടെ വർക്ക്. പക്ഷെ അവരില്ലായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റീസെന്റ് നടന്ന മിസ് കേരളയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും മറ്റ് കോൺട്രവേഴ്സീസും ആയിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത മോഡലിംഗ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇവിടെ വന്ന് ഇത് പറയാൻ കാണിച്ച നിങ്ങളുടെ കറേജിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള കോൺട്രവേഴ്സീസ് നാളെ ഒരു ദിവസം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാതിരിക്കണം ഒരു മുൻകരുതലും കൂടി ചേർന്നിട്ടാണ് ഇവരെല്ലാവരും നമുക്ക് ഇവിടെ വന്ന് സഹകരിച്ചിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് അത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.